ദീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മലയാളികളുടെ എല്ലാം എക്കാലത്തെയും പ്രിയപ്പെട്ട തനി നാടൻ അവിയലാണ്. പലതരത്തിലാണ് പല സ്ഥലങ്ങളിൽ ഇത് ഉണ്ടാക്കാറുള്ളത്. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് സദ്യ സ്റ്റൈൽ അവിയലാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ചധികം പച്ചക്കറികൾ വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ചേന, മത്തങ്ങ, മുരിങ്ങക്കായ, കുറച്ച് പയറ്, കുമ്പളങ്ങ, കയപ്പയ്ക്ക, അതുപോലെ തന്നെ കുറച്ച് കായ കൂടിയാണ്, പച്ചക്കായ. അപ്പം ഈ കഷ്ണങ്ങളെല്ലാം വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ബേസിക്കായിട്ട് അവിയൽ ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്ന കഷ്ണങ്ങൾ. ഇതിനു പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളവനോ വെള്ളരിക്കയോ ബീൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായി ചിരകി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 6 വലിയ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് നോക്കിയെടുക്കാൻ ശ്രമിക്കണം. കൂടെ തന്നെ 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ജീരകവും വേണം. ചില സ്ഥലങ്ങളിൽ അവിയലിനെ ചതയ്ക്കുമ്പോൾ അതിൽ ചെറിയുള്ളി ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒരു 3 ചെറിയുള്ളി കൂടി ഇതിൻ്റെ കൂടെ ചേർത്തരയ്ക്കാം. ഇനി വേണ്ടത് കുറച്ച് തൈരാണ്. ഞാനിവിടെ ചെറിയ പുളിപ്പുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് പുളിപ്പുള്ള തൈര് കൊണ്ട് അവിയൽ ഉണ്ടാക്കരുത്. ചെറിയ പുളിപ്പുള്ള തൈര് കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇരിക്കും തോറും നമ്മുടെ അവിയലിന് കറക്റ്റ് പുളിപ്പായി വരിക. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും ഒരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതുമാണ്. നമ്മൾ അരയ്ക്കുമ്പോഴും പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ പച്ചമുളക് ഈ പച്ചക്കറിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടുതൽ മഞ്ഞൾപ്പൊടി വേണ്ട. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിനുള്ള വെളിച്ചെണ്ണ കൂടിയാണ്. പിന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്തി നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇട്ടുകൊടുത്ത ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം എല്ലാ കഷ്ണങ്ങളിലും പുരണ്ട് വരുന്ന തരത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ കുമ്പളങ്ങയിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങും. അത് മാത്രം മതി ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വരാൻ. അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്തുടഞ്ഞു പോകരുത്. അങ്ങനെ ഉടഞ്ഞു പോയാൽ നമ്മുടെ അവിയൽ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വേവ് അറിയണമെങ്കിൽ ഇതിൽ നിന്നും ഒരു കഷ്ണം ക്യാരറ്റോ അല്ലെങ്കിൽ ഒരു കഷ്ണം ചേനയോ എടുത്ത് ഒന്ന് അമർത്തി നോക്കിയാൽ അത് പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ കഷ്ണങ്ങളും കറക്റ്റ് വേവായി എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവിയലിൻ്റെ കഷ്ണങ്ങളൊന്നും വെന്ത് കുഴയാൻ പാടില്ല. ഈ കഷ്ണങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കാണാനും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുമാത്രമല്ല ഈ കഷ്ണങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമെല്ലാം കറക്റ്റായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുത്തിരുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ അളവിനുള്ള തൈരാണ്. ഇതൊരു മീഡിയം പുളിപ്പുള്ള തൈരാണ്. അവിയലിന് ചെറിയൊരു പുളിപ്പ് വേണം. ഒട്ടും പുളിപ്പില്ലെങ്കിലും ഒരുപാട് പുളിപ്പുണ്ടെങ്കിലും നമ്മുടെ അവിയൽ കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നിങ്ങൾ എടുക്കുന്ന തൈരിന് നല്ല പുളിപ്പാണെങ്കിൽ ഇത്രയധികം തൈര് ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം തന്നെ 1-2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പുളിപ്പില്ലെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് തൈരുമായി യോജിപ്പിച്ചെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി ചേർന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരിക്കലും വെള്ളം ഒഴിച്ച് അരക്കരുത്.
ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ശരിക്കും ചതഞ്ഞാണ് ഇതിരിക്കേണ്ടത്. എന്നിട്ടിത് നല്ലോണം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ കഷ്ണങ്ങൾ ഉടയാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ കഷ്ണങ്ങളിലും തേങ്ങ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയാണ് നമ്മുടെ അവിയലിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയും കുറേ അധികം കറിവേപ്പിലയും ഇല്ലെങ്കിൽ നമ്മുടെ അവിയലിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മുടെ നാടൻ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ തന്നെ അടച്ചു വെക്കാം. അപ്പോഴാണ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഫ്ലേവർ ശരിക്കും ഈ അവിയലിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കാം. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും ഇതുപോലെ അവിയൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.